നമസ്കാരം ജയസൂര്യൻ ചേട്ടാ. നമസ്കാരം. നമ്മുടെ ഈ ഇന്ത്യയിലെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് ഇന്ത്യയിലെ കണക്ക് പിള്ളയാണ്. നമ്മുടെ കണക്കെല്ലാം നോക്കുന്ന അദ്ദേഹമാണല്ലോ, അല്ലെങ്കിൽ ആ സംവിധാനമാണല്ലോ. അദ്ദേഹത്തിന് കേരളത്തിനോട് എന്തെങ്കിലും പ്രത്യേക വിരോധമുണ്ടോ? കേരളത്തിനോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? കാരണം ഈ CAGയുടെ പേര് പറഞ്ഞാണ് കേന്ദ്രം നമുക്ക് സഹായങ്ങൾ മുടക്കുന്നത് എന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ട്? എന്താണ് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഒരു വലിയ ചർച്ചാ വിഷയമായി കേരളത്തില് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് CAG അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിന്റെ വരുമാനത്തെ തടയുന്നു, കേരളത്തിന് കിട്ടേണ്ട സഹായം തടയുന്നു, അതുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു എന്നിങ്ങനെയെല്ലാമുള്ള ഒരു ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ അറിയുന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ പ്രസക്തമാണ് ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ. അതായത് കേരളത്തിലേക്ക് പണം വരുന്നത് എങ്ങനെ? പൊതുജനങ്ങൾക്ക് സാധാരണ അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമാണ് കേരളത്തിലേക്ക് പണം വരുന്നത് എങ്ങനെ. ഇപ്പൊ കേന്ദ്രം കേരളത്തിലേക്ക് പണം തരുന്നുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് കേന്ദ്രം നികുതി പിരിക്കുന്നുണ്ട്. നികുതി പിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ആനുപാതികമല്ലാതെ കേരളത്തിലേക്ക് സഹായധനങ്ങൾ തരുന്നുണ്ട്. ഇത് കേരളത്തിന്റെ അവകാശമാണ്. ഞങ്ങൾ ഔദാര്യം പറ്റുന്നവരല്ല, പിടിച്ചു പറിക്കുന്നില്ല. കിട്ടേണ്ടത് ഇങ്ങോട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചു വാങ്ങും, സമരം ചെയ്യും എന്നൊക്കെ കേരള ഗവൺമെന്റ് പറയുന്നുണ്ട്, പ്രതിപക്ഷവും പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു രാജ്യമാണ്. നമ്മൾ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്. അതനുസരിച്ച് ഒരു ഭരണ സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൽ കൂടി മാത്രമേ കേരളം ചോദിക്കുന്ന പണം കേരളത്തിലേക്ക് തരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളം, നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രം ചോദിക്കുന്ന കണക്കുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് CAGയുടെ കണ്ടെത്തൽ. ആ കാര്യം ശരിയല്ല. CAGയും കേന്ദ്ര സർക്കാരും കേരളത്തെ അവഗണിക്കുന്നു, ഞെരുക്കുന്നു, സാമ്പത്തികമായി തകർക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് കേന്ദ്രം പണം തരുന്നുവെങ്കിൽ അവരതിന്റെ കണക്ക് ചോദിക്കും. ആ കണക്ക് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ അടുത്ത പണം തരൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് കണക്ക് കൊടുക്കാത്തത് എന്ന് കേരള ഹൈക്കോടതി കേരള ഗവൺമെന്റിനോട് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് സമയം കൂടുതൽ വേണം. 5 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോഴും കേരളം പറഞ്ഞത് സമയം കൂടുതൽ വേണം, ഇതുവരെ സമയം കിട്ടിയിട്ടില്ല കണക്ക് കൊടുക്കാൻ എന്നാണ്. അല്ല, ഇതൊരു ഫെഡറൽ സംവിധാനത്തിൽ പോകുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത. അപ്പോൾ ആ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ കിട്ടി, അത് ചെലവഴിച്ച് അതിൻ്റെ കണക്കുകളൊക്കെ ശരിയായി വരാൻ ഒരല്പ സമയം എടുക്കില്ലേ? അങ്ങനെ കേരളം മനഃപൂർവ്വം കണക്ക് കൊടുക്കാതിരിക്കുന്നതാണോ? ഈ CAG ഇക്കാര്യത്തിൽ ഇങ്ങനൊരു കടുംപിടുത്തം സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞ ഒരു ലിബറൽ സമീപനം സ്വീകരിച്ചുകൂടെ? ന്യായമായ ഒരു ചോദ്യമായി നമുക്കത് തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, CAG ചോദിച്ച, ഒപ്പം കേരള ഹൈക്കോടതി ചോദിച്ച ഒരു കാര്യമാണ്, വയനാട് പ്രകൃതി ദുരന്തത്തിൽ എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടത്? ഈ ചോദ്യം ചോദിച്ചു. പക്ഷെ 6 മാസമായിട്ടും കേരള ഗവൺമെന്റിന് മറുപടിയില്ല, അവരുടെയും കണക്കില്ല. അപ്പോൾ പൊതുജനങ്ങൾക്ക് പോലും അറിയാം അവിടെ എത്ര പേര് മരിച്ചു, എത്ര പേര് കാണാതായി, എത്ര വീടുകൾ തകർന്നു. പക്ഷെ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ തകർന്ന വീടുകളുടെ കണക്കില്ല. എന്ന് പറഞ്ഞാൽ ഇത് കോടതിക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല, CAGക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ഈ കണക്കങ്ങ് കിട്ടിയിട്ട് വേണം അതനുസരിച്ചുള്ള അലോട്ട്മെന്റ് നടത്താൻ. പക്ഷെ 6 മാസമായിട്ടും കണക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓഖി ദുരന്തത്തിന്റെ കാര്യത്തിൽ, കോവിഡ് ദുരന്തത്തിന്റെ കാര്യത്തിൽ, കേരളം അനുഭവിച്ച എല്ലാ ദുരന്തത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. അല്ല, ഇത് വെറൊരു രാഷ്ട്രീയ ആരോപണമല്ലേ? വാസ്തവത്തിൽ കേരളം കണക്ക് കൊടുക്കാതിരുന്നു. ഹൈക്കോടതിയിൽ കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചതല്ലേ ഈ വിശദാംശങ്ങൾ? എന്താ അതിനകത്ത് ഈ കണക്കില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ പറഞ്ഞതല്ല, കേരള ഹൈക്കോടതി പറഞ്ഞതാണ്. കണക്ക് എവിടെ? 5 ചോദ്യങ്ങൾ ചോദിച്ചു, 3 ചോദ്യങ്ങൾക്കും മറുപടിയില്ല. 2 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തത് കണക്കാക്കി വരുന്നു, ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടുതൽ സമയം ചോദിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി കുറച്ച് സമയം കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പൊ തമിഴ്നാട് സഹായം ചോദിച്ചു, അവിടെ കൊടുങ്കാറ്റടിച്ചിട്ട് സഹായം ചോദിച്ചു, അപ്പോൾ തന്നെ കേന്ദ്രം പണം കൊടുത്തു. അപ്പോൾ ഇവിടെയുള്ളവർ ചോദിച്ചു, കണ്ടോ തമിഴ്നാടിന് കൊടുത്തു, കേരളത്തിന് തന്നില്ല.
തമിഴ്നാട് ഭരിക്കുന്നത് BJP അല്ല, കേരളത്തിന്റെ ഭരണമുന്നണിയുടെ ഘടകകക്ഷി തന്നെയാണ് തമിഴ്നാട് ഭരിക്കുന്നത്. പക്ഷെ അവർക്ക് അപ്പോഴേ പണം കിട്ടി, കാരണം അവർ കൃത്യമായ കണക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ കടം അപ്പോൾ തന്നെ അനുവദിച്ചു വന്നത്. ഇപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കേന്ദ്രം പണം തരാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അതാണ് കേരളം. അതായത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, കേന്ദ്രം പണം തരാമെന്ന് പറഞ്ഞു. കേരളം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, കേന്ദ്ര പദ്ധതി ഞങ്ങൾ ഇവിടെ നടപ്പാക്കുന്നില്ല. 70 വയസ്സ് കഴിഞ്ഞവർ ഇപ്പൊ തെന്റെ കണക്കാണ്, എല്ലാവരും ടെൻഷനിലാണ്. കേരളത്തിൽ ഇല്ല, ഡൽഹിയിലില്ല, പശ്ചിമ ബംഗാളിലില്ല, 3 സംസ്ഥാനത്ത് ഇതില്ല. അതുപോലെ തന്നെ കേരളത്തില് ഈ വന്യജീവി ശല്യത്തിന് എല്ലാ കൊല്ലവും 77 കോടി രൂപ തരുന്നുണ്ട്. ഈ 77 കോടി രൂപ തരുന്നത് ചെലവഴിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ആകെ 2 ജീപ്പ് മേടിച്ചു, അത്രേ ഉള്ളൂ. വന്യജീവിക്ക് വേണ്ടി മേടിച്ചതല്ലല്ലോ ജീപ്പ്, നമുക്കറിയാം, എന്നാലും പോട്ടെ. പക്ഷെ 77 കോടി ലാപ്സ് ആക്കി. അങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ 600 കോടി കിട്ടും. ഈ 77 കോടി പോലും എടുത്ത് കണക്ക് കൊടുക്കാത്തതുകൊണ്ട് ഈ 600 കോടി ലാപ്സ് ആക്കി. ഇന്ന് കേരളത്തിന്റെ 1/3 ജനത ഈ വന്യജീവി ശല്യം നേരിട്ടുകൊണ്ടിരിക്കുക. കാർഷിക മേഖലയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 2600 കോടി രൂപ ലാപ്സാക്കി. പൈസ പോലും കേരളം എടുത്തില്ല. എന്നിട്ട് കണക്ക് കൊടുത്തിട്ട് വേണ്ടേ അടുത്തത് കിട്ടാൻ. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ 850 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൊടുത്തു. കേരളം പറഞ്ഞു ഈ പോളിസി ഒന്നും ഞങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പോളിസി ഉണ്ട്, ആ പോളിസി ഞങ്ങൾ നടപ്പാക്കിക്കോളാം. കേന്ദ്രം പണം കൊടുത്തില്ല. ഇപ്പൊ കേന്ദ്രത്തിനെ കുറ്റം പറയാം. എന്തിനേറെ, ആശുപത്രികളുടെ പേര് ആരോഗ്യമന്ത്രി എന്നാക്കണം. അഖിലേന്ത്യാ തലത്തിലുള്ള തീരുമാനമാണ്. അപ്പോ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നതിൽ മന്ത്രി ഹിന്ദു വർഗീയമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി 810 കോടി നഷ്ടപ്പെടുത്തി. 2.5 കൊല്ലം കഴിഞ്ഞ് ഡോക്ടർമാർക്കും തൂപ്പുകാർക്കും ശമ്പളം ഇല്ലാതായി കഴിഞ്ഞപ്പോ എന്നാ മന്ത്രി എഴുതിക്കോളാമെന്ന് പറഞ്ഞു, എഴുതി, പൈസയെ കിട്ടി. 2.5 കൊല്ലം ആരോഗ്യരംഗം സ്തംഭിച്ചു നിന്നു. ഇതുപോലെ എന്തെല്ലാം മേഖല, മത്സ്യസമ്പദ യോജന 2600 കോടി കേരളത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇന്ന് വരെ ഏറ്റുവാങ്ങിയിട്ടില്ല. അടിസ്ഥാനപരമായ കാരണം എന്താണെന്നറിയാമോ? നേരത്തെ എടുത്ത പണത്തിന്റെ കണക്ക് കൊടുത്തിട്ടില്ല. ഈ കണക്ക് അങ്ങോട്ട് കൊടുത്താലേ അടുത്തത് കൊടുക്കാൻ പറ്റൂ. ഇത് അഖിലേന്ത്യാ നിയമമാണ്. ഇത് കേരളത്തിന് മാത്രമുള്ള നിയമമാണെങ്കിൽ നമുക്ക് ഓക്കെ, കേരളത്തെ ജനിക്കുക എന്ന് പറയാം. ഈ നിയമം അനുസരിച്ചാണ് തമിഴ്നാട് DMK ഭരിക്കുന്നത്, കർണാടകം കോൺഗ്രസ് ഭരിക്കുന്നത്. അവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, കൃത്യസമയത്ത് കിട്ടുന്നുണ്ടല്ലോ. ഇനി സാമ്പത്തിക ഞെരുക്കം വരുമ്പോ നമ്മുടെ പഴയ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, സാമ്പത്തികകാര്യ വിദഗ്ധൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആഗോള സാമ്പത്തിക വിദഗ്ധരിലെ 1ാം നമ്പറാണ്. കാരണം ഇതിലും വലിയ സാമ്പത്തിക വിദഗ്ധൻ ചൈനയിലില്ല, ക്യൂബയിലില്ല, ലാവോസിലില്ല, കൊറിയയിലില്ല. കമ്മ്യൂണിസ്റ്റ് 4 ഭരണമുള്ളിടത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സാമ്പത്തിക. അദ്ദേഹം പറഞ്ഞത്, പൈസ ഇല്ലെങ്കിൽ കടലാസില്ലേ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ, നോട്ടടിക്കണം, എന്നിട്ടിങ്ങ് തരണം. ഇതാണ് സാമ്പത്തിക വിദഗ്ധന്റെ കാഴ്ചപ്പാട്. നമുക്കറിയാമല്ലോ അത് നടക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, മോദി പറഞ്ഞു നമുക്ക് കറൻസി ലെസ് സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുവരാം, ജിപേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പം മോദി വെറുതെ ഭ്രാന്ത് പറയല്ലേ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? സാധാരണക്കാരന് ഈ ജിപേ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സംഗതി കണ്ടില്ലേ, ജനങ്ങൾ അത് ഏറ്റെടുത്തു. പക്ഷെ അപ്പോഴും കേരളം ഭരിക്കുന്ന കക്ഷിയുടെ സാമ്പത്തിക വിദഗ്ധന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എങ്ങോട്ട് സഞ്ചരിക്കുന്നു അതിന്റെ നേരെ മറുവശത്തേക്കാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നഷ്ടം കേരള ജനതയ്ക്കാണ്. ഇപ്പൊ തൊഴിലുറപ്പുകാരുടെ കൂലി മുടങ്ങി 2 കൊല്ലം മുമ്പ്. അവിടെ പറഞ്ഞു കേന്ദ്രം തരുന്നില്ല, തൊഴിലുറപ്പുകാരോട് സമരം ചെയ്യാൻ പറഞ്ഞു. സത്യം എന്തായിരുന്നു? തൊഴിലുറപ്പുകാരുടെ കണക്ക് കൊടുത്തിട്ടില്ല. തൊഴിലുറപ്പിൽ എത്ര പേര് പണിയെടുത്തു എന്ന് ചോദിച്ചാൽ കണക്കില്ല. എത്ര രൂപ കിട്ടി, എത്ര രൂപ കൊടുത്തു, കണക്കില്ല. അവസാനം കണ്ടുപിടിച്ചു, ലിസ്റ്റ് മുഴുവൻ വ്യാജായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാര് വ്യാജ ലിസ്റ്റ് വെച്ച് പണമുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് കണ്ടുപിടിച്ചു. അതെല്ലാം ഒഴിവാക്കി കൃത്യമായ കണക്ക് കൊടുത്തപ്പോ പൈസ കിട്ടി. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. അംഗൻവാടി 100% കേന്ദ്ര ഫണ്ടാണ്, തൊഴിലുറപ്പ് 100% കേന്ദ്ര ഫണ്ടാണ്. ഇങ്ങനെയുള്ള കൃഷി ഇൻഷുറൻസില്, അതുപോലെ തന്നെ കൃഷിയുടെ സബ്സിഡിയിൽ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട്. ഇതൊന്നും വേണ്ട, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. കാരണം കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾ ഇവിടെ സമ്മതിക്കില്ല, ഇത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്, ഇത് ഞങ്ങളുടെ പോളിസിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക? അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട് മാറ്റിവെച്ചിട്ട് സാമ്പത്തിക അച്ചടക്കം, കൃത്യത അത് പാലിക്കുക എന്നുള്ളതാണ് ആദ്യമായി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അവിടെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. ഒരു കാര്യം കൂടി, അങ്ങ് ഇപ്പോൾ പറഞ്ഞത്
ഈ സാമ്പത്തിക കാര്യത്തിൽ കേരളത്തിന് അച്ചടക്കമില്ല, കേരളത്തിന് പണം ചെലവഴിക്കുന്നതിന് കണക്കില്ല, ഈ കണക്കുകൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നില്ല. ശരി, ഇത് നീതി ആയോഗ് പോലെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പ്ലാനിങ്ങിൽ നമ്മൾ ആസൂത്രണം നടത്തുമല്ലോ, ആ കാര്യത്തിലും കേരളത്തിന് പിഴവാണോ പറ്റുന്നത്? ഈ അങ്ങ് പറഞ്ഞ പണം ചെലവഴിക്കുന്ന കാര്യത്തിലുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് യോജിക്കാം, ശരിയാണ്. പക്ഷേ ഈ പ്ലാനിങ്ങിലും കേരളം മുന്നോട്ട് വെക്കുന്ന പദ്ധതികളെ പോലും കേന്ദ്രം എന്താ പറയേണ്ടത്, നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണ് അതിന് കാരണം, ഒന്ന് ചുരുക്കി പറയാം. നീതി ആയോഗിന്റെ കമ്മിറ്റിയിൽ കേരള സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത് ഡൽഹിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് കോമൺ ഡിസിഷൻ എടുത്ത് ഒപ്പിട്ട് കൈയടിച്ച് കാപ്പി കുടിച്ച് പിരിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇതിനെതിരെ പ്രസ്താവന മുടക്കുന്ന പരിപാടിയാണ് നമ്മുടേത്. എതിർപ്പുണ്ടെങ്കിൽ നീതി ആയോഗിന്റെ കമ്മിറ്റിക്കകത്ത് കയറിയിരിക്കുമ്പോൾ പറയണം. പറയുന്നില്ലല്ലോ. അവിടെ യാതൊരു എതിർപ്പുമില്ല. ഡൽഹി ചെല്ലുമ്പം യാതൊരു എതിർപ്പുമില്ല. തിരുവനന്തപുരത്ത് വരുമ്പം നീതി ആയോഗ് ശരിയല്ല, കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയും. ഈ ഇരട്ടത്താപ്പ് മാറ്റണം. അതാണ് ഇതിന്റെ മറുപടി. എന്തായാലും അങ്ങ് ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും അങ്ങ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഒരു സങ്കടം കൂടി ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് ഒറ്റ വരിയിൽ ഒരു അഭിപ്രായം പറയാം? മാധ്യമങ്ങൾ BJP വിരുദ്ധമായ ഒരു അജണ്ടയായിട്ട് ഇത് സ്വീകരിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റും പ്രതിപക്ഷവും കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ അത് 100 ഇരട്ടി വലുതായിട്ട് പ്രൊജക്ട് ചെയ്ത് കൊണ്ടു നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ മാധ്യമങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് BJP വിരുദ്ധ ശക്തികളാണ് എന്നാണ്. എന്തായാലും അങ്ങ് ഇത്രയും കാര്യങ്ങൾ ABCയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിൽ വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.